ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മെഷീനെ പറ്റി പറയാനാണ് കേട്ടോ. ഇതാണ് നമ്മളെ മെഷീന്. ഉഷ ജാനമിന്റെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ മെഷീൻ വരുന്നത്. നല്ല മെഷീനാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഉപകാരമുള്ള മെഷീനാണ്. ഇതിൽ നമുക്ക് എംബ്രോയിഡറി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അടിക്കുന്നവർക്ക് നല്ല ഉപകാരമാണ്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് അതിലുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ കൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ശരിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മെഷീന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മെഷീന്റെ വയറുകൾ വരുന്നത് കേട്ടോ. ഈ ഭാഗമാണ്. ഇതാണ് ഈ സ്വിച്ചാണ് നമ്മുടെ ഓഫും ഓണും വരുന്ന സ്വിച്ച്. ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണത് ഇനി കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിത് ഇവിടെ വെക്കട്ടെ. കുറച്ച് പൊന്നിച്ചിട്ടോ. ഇതാണ് അതിന്റെ ഇത് കുത്തുന്നത് വരുന്നത്. നമ്മൾ ചവിട്ടുന്ന ഭാഗം കേട്ടോ ഈ വരുന്നത്. അപ്പൊ ഈ ചവിട്ടുന്നത് ഞാൻ താഴത്തേക്ക് വെക്കാണ്. നോക്കിക്കോ, കൊടുത്തോ. താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാക്കണം, ഇത് നമ്മള് ഇവിടെ കുത്തി കൊടുക്കാണ് കേട്ടോ. 0-ൽ ഇട്ടാല് ഓഫായി, 1-ൽ ഇട്ടാല് നമ്മൾ മെഷീൻ ഓൺ ആയിട്ട്. മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ ഇതാക്കണം, ഇവിടെ ലൈറ്റ് കത്തും കേട്ടോ. അപ്പൊ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് വരുന്നത് നമുക്ക് ഇതും നമുക്ക് നൂല് ഇടാനുള്ളതാണ് കേട്ടോ. ഇതുമ്മലാണ് നമ്മൾ നൂല് ചുറ്റുന്നത്. ബോബിന് കേസിന് നൂല് ചുറ്റി കൊടുക്കുന്നത് ഇതുമ്മലാണ് കേട്ടോ. ഇത് രണ്ടാണ് നമ്മൾ നൂല് ഇടാനുള്ളത്. ഞാൻ താഴ്ത്തി കൊടുക്കാം. പിന്നെ ഇത് നമ്മളെ സ്റ്റിച്ചിന്റെ അകലം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇതും അതുപോലെ തന്നെ ഇതും, ഈ രണ്ടെണ്ണം കേട്ടോ. ഇതും ഇത് നമുക്ക് എംബ്രോയിഡറി വർക്കും പിന്നെ ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എയും ബിയും വരുന്നത് നമ്മുടെ നോർമൽ സ്റ്റിച്ചാണ് കേട്ടോ. എയും ബിയും വരുന്നത് നോർമൽ സ്റ്റിച്ചാണ്. പിന്നെ CDEF ഇതൊക്കെ വരുന്നത്, G വരെ വരുന്നത് നമ്മളെ ഇതാക്കണം എംബ്രോയിഡറി വർക്ക് വരുന്ന സ്റ്റിച്ചുകളാണ് കേട്ടോ. ഈ എംബ്രോയിഡറി വർക്ക് വരുന്ന സ്റ്റിച്ചുകളാണ് വരുന്നത്. പിന്നെ ഇതാക്കണ ഈ 1, 2, 3 ഇത് വരുന്നത് നമ്മുടെ ബട്ടൺ ഹോളിന്റെ സ്റ്റിച്ചാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഇത് വരുന്നത് ഇതാക്കണം, ഇത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ, അതായത് സ്റ്റിച്ച് ഇതിന് വേണ്ടിയിട്ട് കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. കാണുന്നുണ്ട് ഇവിടെ നമ്മൾ നൂല് ചുറ്റി കൊടുക്കാണ്. ഇതിലെ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലായിട്ട് എടുക്കുന്നത് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ട്. അതിന് നമ്മൾ ഇതിങ്ങനെ പൊന്തിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇനി ഇതുമ്മ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മുകൾക്ക് പിന്നെയും കൊണ്ടുവരാം. ഇതുമ്മ ചുറ്റുക, ഇതിങ്ങനെ വലിക്കുക. എന്നിട്ട് ഇത് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതാക്കണം. ഈ കാണുന്ന ഇതുണ്ടല്ലോ, അതുമ്മ അങ്ങനെ ഉള്ളിക്കാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ സൂചിമ ചുറ്റി കൊടുക്കുക കേട്ടോ. സൂചിമ ചുറ്റാനാണ് നമ്മൾ ഇതെടുക്കണത് കേട്ടോ. ഇതാക്കി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സൂചിമക്ക് നൂല് കോർക്കാൻ കഴിയുമേ. ആ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചുകൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇത് വെച്ചു കേട്ടോ. നമ്മൾ ഫസ്റ്റ് എയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എയിലും 2-ലുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയിൽ ഇട്ടിട്ടുള്ള സ്റ്റിച്ച് കാണിച്ചു തരാം. സാധാ നോർമൽ സ്റ്റിച്ചാണ് എ വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഇതാക്കണം, ഇത് തിരിച്ചുകൊണ്ട് കേട്ടോ. ബീത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതാക്കണം, ബീത്തെ സ്റ്റിച്ചാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന സി ആണ്. സീത്തെ സ്റ്റിച്ചാണ്. നല്ല കൊടുക്കുന്നില്ലേ? ഇപ്പൊ കാണും. ഇത് കസ്റ്റമേഴ്സ് വരുമ്പോഴേ ഓൾക്ക് ഇത്ര സ്റ്റിച്ചൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ D ആണ് കേട്ടോ ചെയ്യുന്നത്. D ആണ്. കാണുന്നുണ്ടോ?
ഇതാ ഡി കാണിച്ചു കൊടുക്കുക. ഇതാ ഡി സ്റ്റിച്ച്. ഇനി നമുക്കിത് ഇതിന്റെ ഇവിടുത്തെ അളവില്ലേ 3, 2, 0, 0 ഇനി ഡി ആക്കിയാൽ നോക്കിക്കോളൂ കേട്ടോ. 0 ഡി വരുമ്പോ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാത്തിലും. നോക്കിക്കോളേ കണ്ടോ. 0 ഡി വരുമ്പോ അതിനും മാറ്റം ഉണ്ടാവും കേട്ടോ. കുഞ്ഞിതായി വരും ചെയ്യുന്നത് കേട്ടോ. ഈ നമ്മൾ സാധാ 2-ലിട്ടിട്ട് ഈ ചെയ്യണം. ഈ ഇതാക്കണം ഈ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എഫ് ആണ്. കട്ടാക്കൊന്നുമില്ല. എഫ് ആണ് കേട്ടോ ചെയ്യുന്നത്. അത് പല എഫ് ആണ്. എഫ് കാണുണ്ടോ. കാണുന്നുണ്ട് എഫ്. ഇതാണ് എഫ് വരുന്നത് കേട്ടോ. കണ്ടോ അങ്ങനെയാണ് എഫ് വരുന്നത്. ഇനി നമുക്കുള്ളത് ജി ആണ് കേട്ടോ. ജി ആണ് വരുന്നത്. ജി ഇതാക്കണം കണ്ടോ. കാണുന്നുണ്ടോ. നമുക്ക് ഇതിന്റെ സൈസ് മാറ്റി കൊടുത്താൽ നല്ല വ്യത്യാസം വരും കേട്ടോ. ഇനി ഇത് ഇവിടെ ഒരു എസ് ഉണ്ട്. SS ഇത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എസ് കാണിച്ചു തരാം കേട്ടോ. എസ് നമ്മള് സീലിട്ടിട്ട് എസ് അടിച്ചത് കാണിച്ചു തരാം കേട്ടോ. നിക്കട ഇങ്ങനെ വരും. പിന്നെ ഇതാക്കണം നമ്മള് ബിയിലല്ല ഡി. കഴിഞ്ഞിട്ടില്ലേ. ഇത് നമ്മളെ എസ് രൂപത്തിൽ വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ. എസ് മാതിരി തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. പല ഡിസൈനും പല മോഡലിലും നമുക്ക് കിട്ടും. ഇതിന്റെ സൈസ് നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസുകൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മോഡലുകൾ മാറ്റി കിട്ടും കേട്ടോ. നമുക്ക് വരികയാണെങ്കിൽ ഇത് നമ്മൾ സാധാ നോർമൽ സ്റ്റിച്ച് അടിച്ചുമ്പോൾ കൂടി വേണ്ട. സാധാ നോർമൽ സ്റ്റിച്ച് അടിച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. ലോക്കിന്റെ പോലെ കണ്ടു. സാധാ നോർമൽ സ്റ്റിച്ച് അടിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ ഇതാക്കണത് ഇതുപോലെ നമുക്ക് കെട്ടായിട്ട് ലോക്കായിട്ട് കിട്ടുവേ. ഈ അടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ സൂചി ഇതുപോലെ കെട്ട് കുടുങ്ങി നമുക്ക് ഊരാൻ കിട്ടുന്നില്ല. അതുപോലെ നൂലും കെട്ട് കുടുങ്ങി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. സാധാ മെഷീനാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഊരിയതിന് ശേഷം ഇതാക്കണം ഇതിങ്ങനെ താത്തിയതിന് ശേഷം ഇതാക്കണം ഈ ലോക്ക് ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച ഇത് നമ്മൾ അങ്ങോട്ട് തിരിച്ച അങ്ങനെ ഇത് രണ്ടും തിരിച്ചതിന് ശേഷം ഇതാക്കണം. ഇത് നമ്മളിങ്ങനെ ഇതാക്കിയാൽ ഇതെല്ലാം നമുക്ക് പോരും കേട്ടോ. ഇതെല്ലാം നമുക്ക് ഊരിപ്പോരും. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്താൽ മതിയേ.
അപ്പം എല്ലാം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാം നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അതങ്ങനെ നമുക്ക് കയ്യിൽ പോരും. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപകാരമാണ്. ഇനി ഇത് ഇട്ട് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാക്കണേ, ഇത് നമ്മളെ ഇത് ഇങ്ങനെ താഴത്തേക്ക് വരണേ. അതിന് ശേഷം ഇതാക്കണേ, ഈ പൂട്ട് നമ്മൾ മുകളിലാവണ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അവിടെ ലോക്കായി. അതിന് ശേഷം നമ്മൾ ഈ കുത്ത് കാണുന്ന ഭാഗമാണ് നമ്മൾ അടിയിലാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഈ 2 ബട്ടൺസ് സൈഡിലും വരണം. ഇത് നമ്മളെ ബോബിന് ഇടാനുള്ള ഭാഗമാണ്. അത് നമ്മൾ മുകളിലാക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഇതാക്കണ ഇത് ഇങ്ങോട്ട് ലോക്ക് ചെയ്യുക. ഇത് ഇതാക്കണ ഇങ്ങോട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് വൃത്തിയായി. ഇനി നമുക്ക് ഇതാക്കണ നമ്മൾ ബോബിന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ നൂല് കെട്ട് കൊടുങ്ങുക, സൂചി പൊട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതാ ബോബിനോട്ട് ലോക്കായി. നമുക്കത് വെച്ച് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളെ പൂട്ടുകളുണ്ട്, അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നോക്കി ആണോ, ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ പൂട്ട് കിട്ടും കേട്ടോ. ഇത് കിട്ടും. ഇനി നമ്മൾ തിരിച്ച് റിട്ടേൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചി പൊന്തിച്ച് കൊടുത്തിട്ട് ഇത് ഇവിടെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഒരു ഇതുണ്ടല്ലോ, അത് ഇത് പൊന്തിച്ച് അത്ര കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, ഇത് താത്തി കൊടുത്താൽ പൂട്ട് അവിടെ ശരിയായിട്ടോ. അവിടെ റെഡിയായി നിന്നു. അപ്പോൾ ആ പൂട്ട് ഇവിടെ സെറ്റായിട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഉഷാ ജാനമിൻ്റെ മെഷീനിൽ ഉള്ള കാര്യങ്ങൾ കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇനി ഇതിൽ നമുക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നൂല് ചുറ്റുന്നതുണ്ട്, പിന്നെ നമ്മളെ ബട്ടൺ ഹോൾ ഇടുന്നതുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.